റിപ്പോർട്ടർ ടി വിയിൽ വരുന്ന വാർത്തകളുടെ പിന്നാലെ റിപ്പോർട്ടർ ടി വി ഉണ്ടാവും എന്നുള്ളതാണ്. അതിൻ്റെ അവസാനം വരെ റിപ്പോർട്ടർ ടി വി ഉണ്ടാവും എന്നുള്ളത്. അതിൻ്റെ അകത്ത് പരസ്യം എന്നുള്ളതല്ല നമ്മുടെ പ്രധാന ഘടകം. ആർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല നമ്മുടെ പ്രധാന. ആരുടെ ഇൻഫ്ലുവൻസ് വന്നു ഉള്ളതല്ല നമ്മുടെ പ്രധാന കാര്യം. നമ്മുടെ വാർത്തകളുടെ ദിശ എന്ന് പറയുന്നത് അതിൻ്റെ സത്യത്തെ തേടി പുറത്തേക്ക് പോവുക. അതിൻ്റെ നമ്മുടെ ടാഗ് ലൈനിൽ പോകുന്നതിൽ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്നാണ് നമ്മൾ റിപ്പോർട്ടർ ടി വി തുടങ്ങിയ സമയത്തിരിക്കുന്നത്. ഏത് ജസ്റ്റിസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് റിപ്പോർട്ടർ ടി വിയുടെ ലക്ഷ്യം. അത് തുടരുക തന്നെ ചെയ്യും. ആ തുടരുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അർജുനൻ്റെ കാര്യത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ ആമയിഴഞ്ചാൻ തോടിൽ ജോയി മിസ് ചെയ്ത സമയത്തും നമ്മൾ ഇതേ അവിടെ തന്നെയാണ് നിന്നത്. കാരണം എന്താ, അക്കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഉത്തരവാദിത്തമാണ്. കാരണം അത് മനുഷ്യർ ക്രിയേറ്റ് ചെയ്ത് ഇതൊരു പ്രകൃതി ദുരന്തമാണ്. അർജുൻ്റെ കാര്യത്തിൽ ഒരു പ്രകൃതി ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. അതും മനുഷ്യനിർമ്മിതമാണ്. കാരണം ചില ആ കുന്നൊക്കെ ചെത്തി വെച്ചിരിക്കുന്നത് വളരെ അശാസ്ത്രീയമായിട്ടാണ്. പക്ഷേ ഇവിടെ നമ്മളെല്ലാവരും അടക്കം ഈ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി ആ കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾക്ക് നടുവിൽപ്പെട്ടൊരു മനുഷ്യൻ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് സൊസൈറ്റിക്ക് പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട്. നമുക്കൊരു ഒഴിവാക്കാൻ കഴിയുന്ന ഒരു ദുരന്തത്തെയാണ് നമുക്ക് അഭിസംബോധന ചെയ്യേണ്ടി വന്നത്. 3 ദിവസമാണ് നമ്മൾ അതിൻ്റെ പിന്നാലെ നിന്നത്. അതുകൊണ്ട് എന്താ ഗുണമുണ്ടായത്? നോക്കിപ്പോൾ അവിടെ വലിയ രീതിയിലാണ് ആ ഓപ്പറേഷൻസ് നടക്കുന്നത് അല്ലേ. ഇപ്പോൾ ആമയിഴഞ്ചൻ തോടിൻ്റെ അവിടെയൊക്കെ ഈ പറയുന്ന എന്തൊക്കെയോ ഷോർട്ട് ക്യാമറാസ് വയ്ക്കുന്നു, ആ തോട് ക്ലീൻ ചെയ്യുന്നു. അതേപോലെ തന്നെ അവിടെ ആ ഓടകൾക്ക് മുകളിലുള്ള ചില കടകളെല്ലാം അടപ്പിക്കുന്നു, അവിടെ ക്ലീനപ്പ് നടക്കുന്നു. ഈ രീതിയിലൊരു കാര്യം മാറ്റിയെടുക്കണമെങ്കിൽ അത്തരത്തിൽ വളരെ ആക്റ്റീവായി നിന്നുകൊണ്ട് അതിനെ വിമർശിക്കേണ്ടതിനെ വിമർശിക്കുകയും പുറത്ത് തുറന്ന് കാണിക്കേണ്ടതിനെ തുറന്ന് കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മീഡിയ ആക്ടിവിസം എന്ന് പറയുന്നത്. ഈ റിയൽ ടൈം ജേർണലിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതാണ്. നമ്മൾ ആക്ടിവിസം എന്ന് പറയുമ്പോൾ ആക്ടിവിസം ഫോർ എ റിയാക്ഷൻ ആണ് അല്ലേ, ഒരു പോസിറ്റീവ് റിയാക്ഷൻ, ഒരു പോസിറ്റീവ് സ്ട്രോക്ക് ഒരു സൊസൈറ്റിയിൽ കൊടുക്കാൻ പറ്റുക. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനൊരു അതിനൊരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ടാകാൻ പറ്റണം. അർജുൻ്റെ വിഷയത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത് മറ്റൊരു ദുരന്തം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ദേശീയപാതയുടെ ഓരങ്ങളിൽ നിൽക്കുന്ന ദേശീയപാത 66 കടന്നു പോകുന്നത് 5 സ്റ്റേറ്റ്സിലൂടെയാണ്. ഈ 5 സ്റ്റേറ്റ്സിലും ഈ മല തുരന്നുകൊണ്ട് പാത നിർമ്മാണം നടന്നിട്ടുണ്ട്. മഹാരാഷ്ട്ര മുതൽ കേരളം വരെയുള്ള NH66 വന്ന് ചേരുന്ന ദേശീയപാതയുടെ മറ്റു ഭാഗങ്ങൾ, ഇവിടേക്ക് ഓരോ റീച്ചിലും ഓരോ കോൺട്രാക്റ്റാണ്, ഓരോ കരാറുകാരനാണ്. ഇപ്പോൾ IRB എന്ന ടീമാണ് ഇവിടുത്തെ ഈ റീച്ചിൽ, ഷിരൂർ റീച്ചിൽ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. അവരെത്ര അശാസ്ത്രീയമായിട്ടാണ് ആ മല അവരുടേതാണ് 5 JCBകൾ. ഞാൻ അതേക്കുറിച്ച് പറഞ്ഞു വന്നത്. അപ്പോൾ ഈ IRB എന്ന കമ്പനി എന്ന് പറയുന്നത്, ഞാൻ ആ ഒരു ലോൺ കമ്പനി കേസ് മാത്രം, ഒറ്റ കമ്പനിയുടെ കേസാണെന്ന് ഞാൻ കരുതുന്നില്ല. അതുപോലെയുള്ള ഈ കരാർ ഏൽപ്പിച്ചിട്ടുള്ള ആളുകൾ കൃത്യമായിട്ടാണോ ഈ പണി നിർവഹിക്കുന്നത് എന്നുള്ളത് നിതിൻ ഗഡ്കരി എന്ന കേന്ദ്രമന്ത്രി തന്നെ ഉറപ്പുവരുത്തണം. എങ്ങനെയാണ് ഇതിൻ്റെ നിർവഹണം നടപ്പാക്കുന്നത്? ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. കാരണം മനുഷ്യർ അവരുടെ ജീവന് വില കൊടുത്തുകൊണ്ട് സഞ്ചരിക്കുന്ന പാതയാണ്. നമ്മളടക്കം എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ദേശീയപാത. അപ്പോൾ അതിൻ്റെ വശങ്ങളിൽ ഇങ്ങനെ ഒരു ദുരന്തം, ഒരു മനുഷ്യനിർമ്മിത ദുരന്തം പതിയിരിപ്പുണ്ട് എന്ന ഒരു സൂചന കൂടി ഈ ഒരു ദുരന്തത്തിൽ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. Meet the editors.